മെറൈൻ ഡ്രൈവിന് സമീപത്ത് നിന്ന് എസ് രാഗിൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഗിൻ, അവിടെ ഈ മോക്ക് ഡ്രില്ലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞോ? മോക്ക് ഡ്രില്ലിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫയർ ആൻഡ് റെസ്ക്യൂ ടീമൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യം 4 മണിക്ക് തന്നെ സൈറൻ മുഴങ്ങും. അതിനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളുമൊക്കെ ഇപ്പോൾ ഈ നിലയ്ക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിറ്റി തല നടപടികൾക്കുള്ള നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഗാർഹിക തല ഇടപെടലുകൾക്കുള്ള നിർദ്ദേശങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ സിവിൽ ഡിഫൻസ് ടീം ഇവിടെ എത്തിയിട്ടുണ്ട്. എപ്പോഴാണ് കൃത്യമായിട്ട്? 4 മണിക്ക്. ടീമെല്ലാം എത്തിയോ? ഹലോ, ഇപ്പോൾ ടീം എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കും. എന്തായാലും മറൈൻ ഡ്രൈവാണ്, ഏറ്റവും തിരക്കേറിയ ഒരു പ്രദേശവും കൂടിയാണ്. പ്രത്യേകിച്ചും അത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് ഡ്രിൽ ഇതിൻ്റെ ഭാഗമായി തന്നെ നടക്കാൻ പോവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ശക്തമായിട്ടുള്ള തിരിച്ചടി ഇന്ത്യ നൽകിയിരിക്കുന്നു. ഈ ഘട്ടത്തിലാണ് മോക്ക് ഡ്രിൽ നടക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൃത്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇവയൊക്കെ തന്നെ ായിരുന്നു. എന്തായാലും ഇതിൽ കൃത്യമായിട്ട് പ്രത്യേകിച്ചും ഒരു യുദ്ധകാല അടിസ്ഥാനത്തിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ ആയിരിക്കണം പെരുമാറേണ്ടത്, എന്തൊക്കെ പരിശീലനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ മോക്ക് ഡ്രില്ലിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അത്തരം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കാൻ പോവുകയാണ്. എന്തായാലും ക്രമീകരണങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ കളക്ടറേറ്റ് അതോടൊപ്പം തന്നെ ഈ പറയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. നിരവധി പേർ ഇപ്പോൾ ഇവിടേക്ക് വന്നിട്ടുമുണ്ട്. എന്തായാലും ഈ ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ്സുമായി ബന്ധപ്പെട്ട് നൽകും. അതോടൊപ്പം തന്നെ അവർ സ്വയം പര്യാപ്തരായി ഇത്തരം കാര്യങ്ങൾ നീക്കുക എന്ന ലക്ഷ്യമാണുള്ളത്. സൈറൻ കൃത്യമായിട്ട് തന്നെ 4:02 കൂടി തന്നെ 4 മണിക്ക് തന്നെ മുഴങ്ങും. അതോടൊപ്പം തന്നെ ഇനി സൈറൻ കേൾക്കാത്ത ഇടങ്ങളിലാണെങ്കിൽ ഈ സമയത്ത് കൃത്യമായി അത് പാലിക്കണം എന്ന നിർദ്ദേശവും കൂടി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഈ മോക്ക് ഡ്രില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ? അങ്ങനെ അറിഞ്ഞിരുന്നു, കാലത്തെ ന്യൂസിൽ കണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. ഈ എറണാകുളത്ത് ഈ മറൈൻ ഡ്രൈവ്, പിന്നെ കാക്കനാട്, പിന്നെ എനിക്ക് നേവി, 4 സ്ഥലത്താണെന്നാണ് അറിഞ്ഞത്. അതിൽ മെയിൻ കൃത്യമാണ് എല്ലാം. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അറിഞ്ഞിരുന്നു. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിവുണ്ട്, അവർ അറിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. രാഗിനുള്ളത് കൊച്ചി മെറൈൻ ഡ്രൈവിന്